ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ട് ദർഫുകൾ കൂടി നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഇന്ദ, മഅ. ഇന്ദയും മഅയും നമ്മൾ കുറേ ദർഫുകൾ പഠിച്ചു. നമുക്കറിയാം ദർഫെല്ലാം ഇസ്മിലാണ് പെടുത്തിയിട്ടുള്ളത്. ദർഫ് ഫീലല്ല, ദർഫ് ഹർഫല്ല. ദർഫെല്ലാം ഇസ്മാണ്. അതിൽ പഠിച്ച ദർഫുകൾ ഏതൊക്കെ? പിന്നെ നമുക്കറിയാം ദർഫ് രണ്ട് ടൈപ്പ് ഉണ്ട്, രണ്ടിനം. ദർഫു സമാൻ, കാലത്തെ സൂചിപ്പിക്കുന്ന ദർഫും, ദർഫു മക്കാൻ, സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ദർഫും. കാലത്തെ സൂചിക്കുന്ന ദർഫു സമാൻ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കബുല, മുമ്പ്, ബഅദ, ശേഷം. പിന്നെ സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ദർഫുകൾ ഏതൊക്കെ നമ്മൾ പഠിച്ചത്? അമാമ, മുന്നിൽ, ഖൽഫ, പിന്നിൽ, ഫൗക, മുകളിൽ, തഹ്ത, താഴെ, അല്ലേ? പിന്നെ ഹുന, ഇവിടെ, ഹുനാക്ക, അവിടെ. അപ്പോൾ ഇത്രയും ദർഫുകൾ നമ്മൾ അൽഹംദുലില്ലാഹ് പഠിച്ചതാണ്. ഇനി രണ്ട് ദർഫുകൾ കൂടി ഇൻഷാ അല്ലാഹ് ഈ 10ാമത്തെ പാഠം തീരുമ്പോഴത്തേക്ക് പഠിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് ഇന്ദ. ഇന്ദ ദർഫു മക്കാനും ആകാം, ദർഫു സമാനും ആകാം. ഇന്ദ ചില സമയം അതിൻ്റെ അർത്ഥം അത് സെൻറ്റൻസ് വാക്യം പോലെ ഇരിക്കും, അത് സ്ഥലത്തെ സൂചിപ്പിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ചില സമയം അത് കാലത്തെ സൂചിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ദ രണ്ടും ആകാം. അപ്പോൾ ചില ദർഫുകൾ അങ്ങനെ ഉണ്ട്, രണ്ട് ആകാം. ദർഫു സമാനും ആകാം, ദർഫു മക്കാനും ആകാം. അതിലൊരു ഉദാഹരണമാണ് ഇന്ദ. ഇനി മഅ ദർഫു മക്കാനാണ്. മഅ ദർഫു മക്കാനാണ്, സ്ഥലത്തെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ദയും മഅയും ദർഫാണ്. ഇന്ദക്കും മഅക്കും രണ്ടിനും കൂടെ എന്നർത്ഥമുണ്ട്. കൂടെ. ഇന്ദക്കും അർത്ഥമുണ്ട് കൂടെ എന്ന്, ഇംഗ്ലീഷിൽ വിത്ത് എന്ന് പറയൂലേ. മഅക്കും അർത്ഥമുണ്ട് കൂടെ എന്ന്. അപ്പോൾ എന്താണ് വ്യത്യാസം നോക്കാം. അൽ മുദർരിസു ഇന്ദൽ മുദീരി. മുദീർ എന്ന് പറഞ്ഞാൽ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ മാനേജർ, തലവൻ. അപ്പോൾ അൽ മുദർരിസു ഇന്ദൽ മുദീരി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അധ്യാപകൻ ഹെഡ് മാസ്റ്ററുടെ കൂടെയാണ്. ഇന്ദാന്ന് പറഞ്ഞാൽ ഇവിടെ കൂടെ എന്ന അർത്ഥം, ദർഫാണ്. അപ്പോൾ അൽ മുദർരിസു മുബ്തദഉൻ മർഫൂൻ, ഇന്ദ ലർഫ് ഖബർ. അല്ല, മൂന്നാമത്തെ ടൈപ്പ് ഖബർ നമ്മൾ പഠിച്ചത് എന്താ? ലർഫ് ഖബറായിട്ട് വരുന്നത്. അങ്ങനെ ആ ലർഫിന് ശേഷം ഇസ്മ ഉണ്ടെങ്കിൽ അതെന്തിരിക്കും? മുദാഫിലെ മജ്റൂർ. അതുകൊണ്ടാണ് ഇന്ദൽ മുദീരി എന്ന് പറഞ്ഞത്. ഇവിടെ അർത്ഥം എന്താ? അധ്യാപകൻ ഹെഡ് മാസ്റ്ററുടെ കൂടെയാണ്. ഇവിടെ ഇന്ദ എന്ന് പറയുമ്പോൾ ഇവിടെ കൂടെ എന്നുള്ള അർത്ഥം വരുമ്പോൾ അത് ഹെഡ് മാസ്റ്ററുടെ ഓഫീസിലാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പരിമിതപ്പെടുത്തിയിട്ടാണ് ഇന്ദക്ക് കൂടെ എന്നുള്ള, ഇന്ദ വരുമ്പോൾ കൂടെ എന്നുള്ള അർത്ഥമായിട്ട് വരാം. അപ്പോൾ ഇവിടെ ഇന്ദ എന്താ? ദർഫ് മക്കാനാണ്. കാരണം സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഹെഡ് മാസ്റ്ററുടെ ഓഫീസിലാണ്. കൂടെ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശം എന്താ? ഓഫീസിൽ. ഇന്ദ സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ദർഫു മക്കാൻ, ഇന്ദ ദർഫു മക്കാൻ. ഇനി മഅ വെച്ചിട്ട് നോക്കാം. മഅക്കും കൂടെ എന്ന് അർത്ഥം ഉണ്ടല്ലോ. അൽ മുദർരിസു മഅൽ മുദീരി, അധ്യാപകൻ ഹെഡ് മാസ്റ്ററുടെ കൂടെയാണ്. അപ്പോൾ മഅ വെച്ചിട്ട് കൂടെ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വരാ? എവിടെയാകാം. വെറും ഓഫീസിലല്ല, എവിടെയാകാം. മാർക്കറ്റിലാകാം. അൽ മുദർരിസു മഅൽ മുദീരി എന്ന് പറഞ്ഞാൽ ഹെഡ് മാസ്റ്ററുടെ കൂടെ ആണ് അധ്യാപകൻ എന്ന് പറഞ്ഞത്. മാർക്കറ്റിലാകാം, അത് വീട്ടിലാകാം, അത് മസ്ജിദിലാകാം, അത് എവിടെയാകാം. ഓക്കെ, അതാണ് ഇന്ദയും മഅയും തമ്മിലുള്ള വ്യത്യാസം. രണ്ടിനും കൂടെ നടത്തുന്നുണ്ടെങ്കിലും ഇന്ദ വരുമ്പോൾ അത് പരിമിതപ്പെടുത്താണ്. ഇപ്പം മുദീർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലാണ് ഉദ്ദേശം. ഓക്കെ, അതേപോലെ ഇതേ മുദീർ മഅ എന്ന് വെച്ചിട്ട് കൂടെ എന്നുള്ള അർത്ഥം വരികയാണെങ്കിൽ അൽ മുദർരിസു മഅൽ മുദീരി, അധ്യാപകൻ മുദീറിൻ്റെ കൂടെയാണ്, മാനേജറുടെ കൂടെയാണെന്ന് പറഞ്ഞാൽ അത് ഓഫീസിലല്ല, എവിടെയാകാം. മാർക്കറ്റിലാകാം, വീട്ടിലാകാം,
മസ്ജിദിലാകാം, അതിനെ പരിമിതപ്പെടുത്തൂല. അപ്പോഴാണ് മഅ എന്നുള്ള അറബി പദം ഉപയോഗിക്കുക. അപ്പോൾ മഅ സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ദർഫു മക്കാൻ, ദർഫുൽ മക്കാൻ. ഇനി ഇതാണ് ദർഫു മക്കാൻ കൊണ്ടുള്ള ഇന്ദയുടെ ഉദാഹരണം. ഇന്ദ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇന്ദ ദർഫു മക്കാനും ആകാം, ദർഫു സമാനും ആകാം. ഓക്കെ, ഇന്ദ ദർഫു മക്കാനും ആകാം, ദർഫു സമാനും ആകാം. അപ്പോൾ എങ്ങനെ സമാൻ്റെ ഉദാഹരണം എന്താ? സഹബ്തു ഇന്ദൽ മഗ്രിബി, മഗ്രിബിൻ്റെ സമയത്ത് ഞാൻ പോയി. സഹബ്തു നമുക്കറിയാം ഞാൻ പോയി എന്നർത്ഥം. സഹബ, സഹബ, സഹബു, സഹബത്ത്, സഹബത്ത, സഹബ്ന, സഹബ്ത, സഹബ്തുമ, സഹബ്തും, സഹബ്തി, സഹബ്തുമ, സഹബ്തുന്ന, സഹബ്തു ഞാൻ പോയി, സഹബ്ന ഞങ്ങൾ പോയി. ഈ 16 നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ സഹബയാണ് ഫീല്, തു ഫായില്. ഓക്കെ, അപ്പോൾ ജുംല ഫീലിയ, ഫീല് കൊണ്ട് ആരംഭിക്കുന്ന ജുംല ഫീലിയ. പിന്നെ എന്താ ലർഫ്, ഇനി ഖബർ എന്ന് പറയുമോ? ഇല്ല, കാരണം ഇത് ജുംല ഫീലിയാണ്. ജുംല ഫീലിയൊക്കെ മുബത്തദ ഇല്ല, അതുകൊണ്ട് ഖബർ എന്ന് പറയൂല. ഇന്ദ ലർഫ് എന്ന് പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിക്കണം. ജുംല ഇസ്മി ആണെങ്കിൽ ഇന്ദ ലർഫ് ഖബർ എന്ന് പറയണം, മുകളിലത്തെ ഉദാഹരണത്തിൽ പറഞ്ഞ മാതിരി. അപ്പോൾ ഇന്ദ ലർഫ് അൽ മഗ്രിബി മുലാഫിലെ മജ്റൂർ, കാരണം ലർഫിന് ശേഷം ഇസ്മു വന്നാൽ അതെന്താ? മുലാഫിലെ മജ്റൂർ. അപ്പോൾ ഇവിടെ ഇന്ദൻ്റെ അർത്ഥം എന്താ? ഇൻ്റെ സമയത്ത്, ഇൻ്റെ സമയത്ത്. അപ്പോൾ ഞാൻ പോയി മഗ്രിബിൻ്റെ സമയത്ത് എന്ന് പറയുകയാണെങ്കിൽ ദഹബ്തു ഇന്ദൽ മഗ്രിബി. അപ്പോൾ ഇവിടെ ഇന്ദ എന്താണ്? കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലേ? ആ സമയം കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ദർഫു സമാൻ. അപ്പോൾ ഇന്ദ ദർഫു സമാനാകാം, ദർഫു മക്കാനും ആവാം. ഇന്ദക്കും മഴക്കും സ്ഥലത്തെ സൂചിപ്പിക്കുന്ന കൂടെ എന്നർത്ഥം വരുന്ന സമയത്ത് ഇന്ദ സ്ഥലത്തെ പരിമിതപ്പെടുത്തും. അൽ മുദീറു, അൽ മുദർരിസു ഇന്ദൽ മുദീരി എന്ന് പറഞ്ഞാൽ മുദീറിൻ്റെ ഓഫീസിലാണ്, അവിടെ പരിമിതപ്പെടുത്തും, വേറെ എവിടെയല്ല. അതേസമയത്ത് അൽ മുദർരിസു മഅൽ മുദീരി എന്ന് പറഞ്ഞാൽ സ്ഥലത്തെ പരിമിതപ്പെടുത്തൂല. മുദീറിൻ്റെ കൂടെ അധ്യാപകൻ എവിടെയാകാം, വീട്ടിലാകാം, മസ്ജിദിലാകാം, മാർക്കറ്റിലാകാം, എവിടെയും ആകാം. ബാറക്കല്ലാഹു ഫീക്കും. ഇതൊക്കെ ആവർത്തിക്കും, കുറേ ഉദാഹരണങ്ങൾ വരും. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് കൂടുതൽ മനസ്സിലാവും. ബാറക്കല്ലാഹു ഫീക്കും.